ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് അനു ബ്രദറും അമ്മുസസുമാണ്. സഹോദരങ്ങളാണ് ഇവർ രണ്ടുപേരുടെയും പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അമ്മുവിൻ്റെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നതിനായിട്ടും ആ മകളുടെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറി വലിയ ദൈവപ്രവർത്തികളിലേക്ക് നടക്കേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ അനുബ്രതന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയുടെ വഴി തുറക്കേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരം ഇവർക്ക് വേണ്ടി ചലിക്കേണ്ടതിനായിട്ട് എൻ്റെ കൂടെ എത്ര പേർ വിശ്വസിക്കും? ഇവർക്ക് വേണ്ടി ഒരു അത്ഭുത വഴി തുറക്കേണ്ടതിനായി, അത്ഭുതമായി വിടുതൽ സംഭവിക്കേണ്ടതിനായി ഞാൻ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ആർക്കും കടക്കാനല്ലാത്തത് കൊണ്ട് ഇവർ ഈ എപ്പിസോഡിന് വേണ്ടി കരം നീട്ടുമ്പോൾ എൻ്റെ യേശു അത്ഭുതകരമായി ഇവരെ വിടുവിക്കാൻ പോവുകയാണ്. സുവിശേഷത്തിന് വേണ്ടി ആരെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ കടക്കാരനല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി നിശ്ചയമായി ഇവർ കാണാൻ പോകുന്നു. എൻ്റെ കൂടെ കണ്ണുകളൊന്ന് അടച്ച് പൂർണ്ണ ഹൃദയത്തോടെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഒരു വലിയ അത്ഭുതം ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടതിനായിട്ട് ഓരോ ദൈവമക്കളും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. ഞാനൊരു വലിയ ദൈവപ്രവൃത്തി കാണാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അങ്ങ് വിടുവിച്ചനായി നന്ദി. അങ്ങ് അത്ഭുതം ചെയ്തനായി നന്ദി. യേശുവേ, പൂർണ്ണമായി ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനുബ്രതനായി ഒരു അത്ഭുതം അങ്ങ് ചെയ്യണമേ അപ്പ. അമ്മോസസിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരം വെളിപ്പെട്ട് വരണമേ അപ്പ. ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവേ. ഇവർക്കൊരു സഹോദരി ജർമ്മനിയിലുണ്ട്. ആ സഹോദരി അവിടെ അത്ഭുതകരമായ വിടുതലുകൾ ജോലിയിൽ കാണേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൂർണ്ണമായി ഇവരെ കുടുംബമായി ഏൽപ്പിക്കുന്നു. ഇവരെ മാതാവിനെയും പിതാവിനെ ഏൽപ്പിക്കുന്നു. ഇവരെല്ലാം കർത്താവ് പൂർണ്ണമായി അനുഗ്രഹിക്കണമേ അപ്പ. കർത്താവെ, ഇവരിന്ന് കടന്നു പോകുന്ന എല്ലാ സാഹചര്യത്തിനകത്തും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടു വരുവാൻ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരത്ഭുതം ഇവരുടെ മേളിൽ സംഭവിച്ചതായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്നവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തെ നന്ദി പറയുകയാണ്. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നു. ആ നിലയിൽ നിന്നുകൊണ്ട് ഈ ദൈവവചനം പറയുമ്പോൾ എൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ പ്രത്യേകത ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമാണ്. ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്ക് രൂപാന്തരം കൊണ്ടുവരുന്ന ഈ തിരുവചനവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ യോഹന്നാൻ വിളിച്ചു പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ അയക്കപ്പെടുന്ന ദൈവശബ്ദത്തിന് ദൈവത്തോളം ശക്തിയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനി വഴിയില്ല എന്ന് പറയുമ്പോൾ കനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം കൊണ്ട് വീഞ്ഞുണ്ടാക്കിയവന് ഇതാ നിന്റെ ജീവിതത്തിനകത്തൊരു പുതിയ വഴിയെ തുറക്കാൻ പോവുകയാണ്. ജീവിതത്തിനകത്ത് ഇനി ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വല കഴിയെ തിരിച്ചു പോകാൻ നിൽക്കുന്ന പത്രോസിൻ്റെ പടകിനെ തിരഞ്ഞെടുത്ത് പത്രോസിൻ്റെ പടകിനെ നിറവാക്കാൻ കഴിഞ്ഞവൻ നിന്റെ ജീവിതത്തിനകത്തൊരു നിറവിനെ തരാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതൊരു സൂപ്പർ നാച്ചുറൽ സമയമാണ്. കാരണം ദൈവവചനത്തിൻ്റെ ശക്തിയെ നിങ്ങൾ സ്വീകരിക്കും. ഒന്നുകൊണ്ടെന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവമാണ് ഈ കാണുന്നത് സകലതും സൃഷ്ടിച്ചിരിക്കുന്നത്. ശത്രുവിനൊന്നും സൃഷ്ടിക്കാൻ കഴിയത്തില്ല പ്രിയരെ. അതേ നിലയിൽ തന്നെ 2-ാമത്തെ വാക്യം പറയുന്നു, ഭൂമി പാഴും ശൂന്യവും ആഴത്തിനുമീതെ ഇരുളുമായിരുന്നു, എന്നാൽ വെള്ളത്തിനുമേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇതാ ഇന്ന് ഈ കേൾക്കുന്ന ദൈവവചനത്തെ, ദൈവശബ്ദത്തെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ മേളിലേക്ക് ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ ആ ദൈവശബ്ദത്തിന് നിങ്ങളിൽ ചിലതിനെ ഉളവാക്കാൻ കഴിയും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇതാ ഭൂമി പാഴും ശൂന്യവും ആഴത്തിനുമീതെ ഇരുളുമായിരുന്നു. പറഞ്ഞാൽ ഭൂമി ഷേപ്പില്ലാതെ പാഴും ശൂന്യമായി ഇരിക്കുകയായിരുന്നു, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനത്തിനകത്ത് പിതാവായ ദൈവം ദൈവശബ്ദത്തെ വെളിപ്പെടുത്തുകയാണ്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. ഈ വചനത്തെ നിങ്ങൾ ആമേൻ പറയുമ്പോൾ, ഈ വചനത്തിനകത്ത് നിങ്ങൾ പ്രതികരിക്കുമ്പോൾ എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ തിമായിയുടെ മകനായി ബർത്തിമായി ആ റോഡ് സൈഡിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്നുള്ള നിലവിളിക്കകത്ത് ദേശക്കാർ മുഴുവൻ ഒരു വിരോധമായി. അവിടെ നിന്നവർ പലരും പ്രതികരിച്ചു പറഞ്ഞു, നിനക്ക് വേണ്ടിയല്ല യേശു കർത്താവ് ഇതിലേക്ക് കടന്നു പോകുന്നത്. എന്നാൽ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളൊന്ന് പ്രതികരിച്ചു
പ്രതികരിക്കുന്നവരാണെങ്കിൽ, നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവേ എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണമേ, നമ്മുടെ ആ വിഷയം, നമ്മുടെ ഉള്ള അവസ്ഥയിൽ നാം ദൈവത്തെ ഒന്ന് വിളിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇതാ ഒരു അത്ഭുതത്തെ ചെയ്യാൻ, നമുക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, തിമായിയുടെ മകനായ ഭർത്തിമായി ഒന്നുകൂടെ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ യേശു കർത്താവ് അവിടെ നിന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നിൽക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ഓരോ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ, കർത്താവെ ഞങ്ങൾ അധികമായി വിശ്വസിക്കുന്നു, ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിനകത്തൊരു മാറ്റം കൊണ്ടുവരും, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. കാരണം യോഹന്നാന്റെ സുവിശേഷം 1:4 പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ വചനത്തിനകത്ത് ജീവൻ ഉണ്ടെന്നും ഈ വചനത്തെ സ്വീകരിക്കുന്ന നിന്നിൽ ഇതുവരെയും കാണാത്ത വെളിച്ചം വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുത വഴിയെ ദൈവം തുറക്കാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലവർ പല മേഖലയിൽ ഭാരപ്പെടുകയും ഭയപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാൻ മതിയായവനാണ്, അവരുടെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യാൻ മതിയായവനാണ്. കാരണം 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നത്, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇത് അയക്കപ്പെടുന്ന വചനമാണ്. അയക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത അക്ഷരം കൊല്ലുന്നതാണെങ്കിൽ ആത്മാവ് ജീവിപ്പിക്കുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അക്ഷരത്തിൻ്റെ നടുവിലല്ല നിൽക്കുന്നത്, നിങ്ങളുടെ മേളിലേക്ക് ഇത് അയക്കപ്പെടുന്ന വചനം അത് എത്തിപ്പിടിക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ആ വചനത്തിന് ജീവനുണ്ട്. ഈ അയക്കപ്പെടുന്ന വചനം അതിൻ്റെ കാര്യം തികച്ചിട്ട് തിരിച്ചു പോകത്തോളം ഏഷ്യാവ് വ്യക്തമായി നമ്മോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ദയ ഒരിക്കലും മാറാത്തതാണ്. ഈ സമയത്ത് എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി അളവില്ലാത്തൊരു കൃപ, അളവില്ലാത്തൊരു ദയവ് ആരുടെയൊക്കെ മേളിൽ വെളിപ്പെട്ട് വരികയാണ്. കാരണം പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും എൻ്റെ ദയം നിന്നെ വിട്ട് മാറത്തില്ലെന്ന് പറഞ്ഞ അതേ ദൈവവചനത്തിൻ്റെ ശക്തി ഇതാ ചിലവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പ്രിയരെ, ഈ വചനമാണ് നമ്മെ മുമ്പോട്ട് നടത്താൻ പോകുന്നത്. ഞാൻ ഒന്ന് വ്യക്തമായി നിങ്ങളോട് സംസാരിച്ചോട്ടെ. നമ്മൾ പലതും ഭയപ്പെടുന്നതും ഭാരപ്പെടുന്നതും അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ്. അറിയുക, നമ്മുടെ ജീവിതത്തിനകത്ത് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ചിന്ത വരുമ്പോഴാണ് നമ്മൾ പലരും അങ്ങ് ഇരുന്നു പോകുന്നത്. ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങൾ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. ദൈവവചനത്തിൻ്റെ പ്രത്യേകത നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നതാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവശബ്ദം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. പത്രോസ് ഇതാ സുന്ദരം എന്ന ഗോപുരത്തിന്റെ വാതിൽക്കലേക്ക് ചെല്ലുമ്പോൾ അവിടെ ദിനം പ്രതി അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് ഇരുത്താറുണ്ട്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, പലരും ഇരുത്താനും കിടത്താനും ആൾക്കാരുണ്ട്, പക്ഷെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല. എന്നാൽ ആത്മാവിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് പറഞ്ഞതുപോലെ, വെള്ളിയും പൊന്നും എനിക്ക് തരാനില്ല, എനിക്കുള്ളത് ഞാൻ നിങ്ങൾക്ക് തരുന്നു, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക. 40 വർഷമായി ചുമന്നുകൊണ്ട് നടന്നവൻ, ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ മറ്റുള്ളവരെ സഹായം കൂടാതെ പോകാൻ കഴിയാത്തവൻ, അറിയാം ദിനം പ്രതി ആരൊക്കെയോ ചുമന്നുകൊണ്ട് പോകുന്നവൻ, ഇതാ യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ അഭിഷേകത്താൽ, ദൈവത്തിൻ്റെ ശബ്ദത്താൽ എഴുന്നേറ്റ് വരികയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വചന കേൾവിയിൽ നിങ്ങൾ പ്രതികരിക്കുന്നവരാണെങ്കിൽ, ആ കട്ടിലേക്ക് കിടക്കുന്നവർ, ദീർഘനാളുകളായി രോഗശയ്യയിൽ കിടക്കുന്നവർ, നിങ്ങളൊന്ന് ആത്മാവിൽ ഒന്ന് ബലപ്പെടാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നടക്കാൻ പോവുകയാണ്, ഇപ്പോൾ നിങ്ങൾ സൗഖ്യമാകാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ ഇങ്ങനെ തന്നെ വിളിച്ചു പറയുന്നു, ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. 18 വർഷമായി കൂനിയായ സ്ത്രീ, അവൾ ആലയം മുടങ്ങാത്തവളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൾ ഇതാ ദിനം പ്രതി ആലയത്തിൽ വരുന്നവളാണെന്ന് തോന്നുന്നു. അവൾ ഒരു ദിവസം ആലയത്തിൽ വരുമ്പോൾ യേശു കർത്താവ് ആ ആലയത്തിലുണ്ട്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക, എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിന്നെ കണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ ആലയത്തിനകത്ത് 18 വർഷമായി കൂന് പിടിച്ചവൾ വന്ന് നിൽക്കുന്നത് യേശു കണ്ടു. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് എൻ്റെ കർത്താവ് നിങ്ങളെ കാണുകയാണ്. ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്നു, കാണുന്ന സമയത്ത് തന്നെ നിന്റെ വെളിയിൽ വിടുതലുകൾ സംഭവിക്കുകയാണ്. ഇതാ 18 വർഷമായവളെ യേശു കണ്ടു. യേശു കണ്ടപ്പോൾ അവളെ അടുക്കലേക്ക് വിളിച്ചു. അറിയാം, ഒന്ന് കണ്ടാൽ ചിലവർ സൗഖ്യമാക്കും, രണ്ടാമത് കർത്താവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ചിലവർ വിടുതൽ പ്രാപിക്കും. കാരണം 12 വർഷമായി രക്തസ്രാവ സ്ത്രീ അടുക്കൽ വന്ന് തൊട്ട് രക്ഷ പ്രാപിച്ചവളാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വാസം പറയണം കേട്ടോ. നിങ്ങളെ കർത്താവ് തൊടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആരോടൊക്കെ വിളിച്ചു പറയുന്നു, ദൈവം തൊടുന്നതിനേക്കാൾ ബലത്തിൽ ആരൊക്കെയോ ബലത്തോടെ വിളിച്ചു പറയുന്നു, ഞാൻ അവനെ സ്പർശിക്കാൻ പോവുകയാണ്. അവനെ തൊട്ടവരും അത്ഭുതം കണ്ടു എങ്കിൽ ഇപ്പോൾ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ ഒരു എഴുന്നേൽപ്പ് സംഭവിക്കുകയാണ്. ഇതാ 18 വർഷമായ കൂനി യേശു കണ്ടു, അടുക്കൽ വിളിച്ചു. ഇന്ന് ഇതുവരെയും കണ്ടവർ, അല്ലെങ്കിൽ ഇതുവരെയും ദൈവവചനത്തെ ആഴമായി സ്നേഹിച്ചുകൊണ്ട് ദൈവവചനത്തിന് മുമ്പിൽ നിന്നിട്ടും വിടുതലില്ലെന്ന് പറയുന്നവരെ നിങ്ങളെ ദൈവം കണ്ടതുകൊണ്ടാണ്
നിങ്ങൾ ഇന്നും നിൽക്കുന്നത്. ഇന്ന് ഒരു വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയാണ്. കർത്താവ് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നു, അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ വരികയാണ്. ആ നിലയിലും വിടുതൽ പ്രാപിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ കൂനിയുടെ മേളിലേക്ക് ദൈവം കരം വയ്ക്കുകയാണ്. ഇവിടെ 18 വർഷമായി ബന്ധിച്ചു വെച്ചിരുന്ന ബന്ധനത്തെ ദൈവം അഴിക്കുകയാണ് സ്പർശനത്തിലൂടെ. ഇപ്പോൾ തന്നെ ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ചിലവർ സ്പർശനത്തിൽ എഴുന്നേറ്റ് വരികയാണ്. ഇതാ എൻ്റെ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുന്നു, എൻ്റെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. വിശ്വാസത്തോടെ ഒന്ന് ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവെ ഇന്ന് ചിലവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ അവരെ കിടക്ക വിട്ടവർ എഴുന്നേൽക്കട്ടെ. ഇവരെ നാളുകളായി പിടിച്ചു കുലുക്കിയിരിക്കുന്ന രോഗങ്ങൾ ഇവരെ വിട്ട് മാറട്ടെ. ഇപ്പോൾ തന്നെ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരത്താൽ ഇവർ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ കൽപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇവരെ വിടുതൽ നടന്നു കഴിഞ്ഞതിനായി സ്തോത്രം. ഇവരുടെ ജീവിതത്തിനകത്ത് പുതിയ വഴികൾ തുറന്നതിനായി സ്തോത്രം. ഞങ്ങളത് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. വിശ്വസിക്കുന്നതിനോട്ടെങ്കിലും ഒന്ന് പ്രതികരിച്ചോ. ഇപ്പോൾ തന്നെ നിങ്ങൾ സൗഖ്യമാകുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായത് എന്തോ ഒന്ന് സംഭവിക്കുകയാണ്. ദൈവപ്രവർത്തികൾ സംഭവിക്കുകയാണ്. ഞാനത് ആത്മാവിൽ തിരിച്ചറിയുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, ചെക്ക് ചെയ്യുക. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. ഇതാ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയേ. നിങ്ങൾ സൗഖ്യമായി കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും നടക്കാത്തത് ചിലത് സംഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞു. യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ സൗഖ്യത്തെ ഉറപ്പുവരുത്തുക. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഇപ്പോൾ തന്നെ ഉറപ്പ് വരുത്തിക്കൊണ്ട് ഈ കാണുന്ന നമ്പറിൽ വിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വിളിക്കണമെന്ന് ഉറപ്പിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലുത് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചിന്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ. നാം വിവിധ നിലയിൽ ഭയപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈനംദിന ജീവിതത്തിനകത്ത് നാം പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ജോലി മണ്ഡലത്തിൽ വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആ പ്രതികൂലം, പെട്ടെന്ന് വരുന്ന നടുവേദന, പെട്ടെന്ന് വരുന്ന ആക്സിഡൻറ്റുകൾ, പെട്ടെന്ന് വരുന്ന ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഭയപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒത്തിരി പേരെന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഭയത്തിൽ നിന്ന് ജയം പ്രാപിക്കുവാനായിട്ട് ചില ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇന്ന് നമ്മൾ ഭയത്തെ ജയിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ മേഖല ഞാൻ ആത്മാവിൽ മനസ്സിലാക്കിയത്, നിങ്ങൾ ഈ ഭയത്തോട് എതിർത്താൽ, വിശ്വാസത്തിൽ എതിർത്ത് കഴിഞ്ഞാൽ നിങ്ങളെ വിട്ട് ഈ ഭയം മാറും. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ സാഹചര്യത്തെയും നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. വിശ്വാസം പറഞ്ഞാൽ, വിശ്വാസത്തിൽ എതിർത്താൽ. കാരണം എഫെസ് ലേഖനത്തിനകത്ത് പൗലോസ് പറയുന്നത് വിശ്വാസം എന്ന പരിചയം എടുക്കാനായിട്ടാണ്. ശത്രുവിൻ്റെ തീയമ്പുകളെ, ശത്രുവിൻ്റെ ആയുധത്തെ തടുക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം നിന്റെ മേളിൽ ചലിക്കാൻ തുടങ്ങട്ടെ. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ. നമ്മുടെ യാത്രയിൽ പെട്ടെന്ന് വരുന്ന ചില പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ നമ്മെ ഭയത്തിലേക്ക് നടത്താം. കാരണം യേശുവും ശിഷ്യന്മാരുമാണ് അക്കരയ്ക്ക് പോകുന്നത്. എന്നാൽ ചില നാഴിക ദൂരത്തെത്തുമ്പോൾ പടക് മുക്കുമാർ ആഴമായി കാറ്റ് വീശുകയാണ്. ആഴമായി ഇതാ തിരമാലയ പടകിനകത്തേക്ക് തള്ളിക്കയറുകയാണ്. യേശു പടകിന്റെ അമരത്ത് തലവെച്ച് ഉറങ്ങുമ്പോഴും ശിഷ്യന്മാർ കാറ്റിനാൽ വലഞ്ഞ് അവർ ഇതാ ഭാരപ്പെട്ട് ഭയപ്പെടുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. യേശു കർത്താവുള്ള അതേ പടകിൽ ഇതാ ഒരു കൂട്ടം ആൾക്കാർ ഭയന്നു പോവുകയാണ്. അവർ വിളിച്ചു പറയാണ്, തീരുകയാണ്. എന്നാൽ എൻ്റെ കർത്താവ് എഴുന്നേറ്റ് ആ കാറ്റിനെയും കടലിനെയും ശാസിക്കുകയാണ്. ഹല്ലേലൂയ. വലിയ ശാന്തത. നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ പെട്ടെന്നുണ്ടാകുന്ന കാറ്റുകൾ, പെട്ടെന്നുണ്ടാകുന്ന തിരമാലയുടെ അനുഭവങ്ങൾ നമ്മളെ തളർത്തിയെന്നിരിക്കാം, നമ്മളെ ഭയപ്പെടുത്തിയെന്നിരിക്കാം. പക്ഷേ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തിൽ അതിനോട് പ്രതികരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ജയത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകും. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. വചനം നമ്മോട് പറയുകയാണ്, പിശാചിനോട് എതിർത്ത് നിൽപ്പിൽ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ ഭയപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ നടുവിൽ ജയം പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഭയത്തിന് ദണ്ഡനമുണ്ടെന്നാണ് ലേഖനം പറയുന്നത്. ഒന്നുകൂടെന്ന് പറഞ്ഞാൽ യോബ് അനുഭവസ്ഥൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. യോബിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു. ഇതാ യോബ് പറയാണ്, ഞാൻ ഭയപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഭയത്തിനകത്ത് ജീവിച്ചു തീരരുത്. നമ്മൾ ഭയത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതാനുഭവം എന്ന് പറയുന്നത് ഇന്നലകളിൽ വന്ന അനുഭവങ്ങളായിരിക്കാം. ഒരുപക്ഷെ ഇന്നലകളിൽ ബന്ധുക്കാർക്കാർക്കോ സംഭവിച്ചത്, അല്ലെങ്കിൽ പരിചയക്കാർക്കാർക്കോ സംഭവിച്ചത്, നമ്മുടെ ആ നാട്ടിൽ ആർക്കോ സംഭവിച്ചത് നമുക്കും വരുമെന്നുള്ളൊരു ഭയം. അല്ലെ, കാരണം ഭയം ഒരാളുടെ ജീവിതത്തിൽ ഇന്നലകളുടെ അനുഭവത്തെയാണ് കൊണ്ടുവരുന്നത്. എന്നാൽ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി ജീവിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കർത്താവിന് എൻ്റെ ഇന്നലെ മാത്രമല്ല, എൻ്റെ ഇന്നും നാളെ
നമ്മളെയും അറിയാവുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിൻ്റെ ജീവിതത്തിനകത്തും മാറ്റത്തെ കൊണ്ടുവരാൻ കഴിയും. ഒന്നുകൂടെ ഒന്ന് നോക്കേ, ഇതാ ദൈവ വിളി കേട്ടിറങ്ങുന്ന പത്രോസ്, ഹല്ലേലൂയ, അവൻ വെള്ളത്തിന് മേളിൽ നടക്കുകയാണ്. യേശു കർത്താവിനോട് ഇറങ്ങി വരാൻ പറഞ്ഞു. ആ 12 പേരുടെ നടുവിൽ ഇതാ ഇളകി മറിയുന്ന തിരമാലയുടെ മേളിലൂടെ പത്രോസ് നടന്നു വരികയാണ്. ആ നടന്നു വരുന്ന അനുഭവത്തിൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങി. എന്നെ കേൾക്കുന്നവരെ, നമുക്ക് വിരോധമായി വരുന്ന കാറ്റുകൾ, നമുക്ക് വിരോധമായി നമ്മെ മുക്കുമെന്ന് വെല്ലുവിളിക്കുന്ന തിരമാലകളെ കണ്ട് പേടിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ വിശ്വാസം കുറയാൻ തുടങ്ങും. വിശ്വാസത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഭയം എന്ന് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഒന്നുകൂടെ പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കാഴ്ചയല്ല വിശ്വാസത്തിൽ അത്ര ജീവിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ കാണുന്ന തലങ്ങളിൽ പലതും അവസാനിക്കുമെന്നും പലതും തീരുമെന്ന് പറയുന്നുണ്ടെങ്കിലും എസ്തേറിൻ്റെ ദൈവം എന്നോട് നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഹാമാൻ മുഴുവൻ ബലത്തോടും പറയുന്നു ഇനി യഹൂദന്മാർക്ക് രക്ഷയില്ലെന്ന്. പക്ഷേ 3 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് എസ്തേർ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അവളുടെ മുമ്പിൽ ദൈവപ്രവൃത്തി സംഭവിക്കുകയാണ്. രാജാവിൻ്റെ ഉറക്കം കെട്ടുപോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഏത് അധികാരമണ്ഡലങ്ങളിലും ഇതുവരെയും വെളിപ്പെടാത്തത് നിങ്ങളുടെ വിശ്വാസത്തിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഭയമല്ല, നിങ്ങളിൽ വിശ്വാസം ചലിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിശ്വാസത്തിൽ എഴുന്നേൽപ്പുകൾ സംഭവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ വിശ്വാസത്തിൽ ബലപ്പെട്ടാൽ നിങ്ങൾ ആ തിരമാലയുടെ മുകളിലൂടെ നടക്കുകയാണ്. നിങ്ങൾ അത്ഭുതം കാണാൻ പോവുകയാണ്. നിങ്ങളുടെ വിരോധമായി നിൽക്കുന്ന ചിലതിൽ നിങ്ങൾ ജയിക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വാസത്തിനകത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ ചില വാക്യങ്ങൾ നമ്മളൊന്ന് പറയാൻ പോവുകയാണ്. വിശ്വാസത്തിൽ പറയണം, ഇതാ ചെങ്കടലിന് മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ മോശ നോക്കുമ്പോൾ മുമ്പിൽ ചെങ്കടലാണ്, പിറകിൽ ഫറവോനാണ്, സൈഡിൽ വലിയ മലയാണ്, ഇനിയൊരു മാർഗമില്ല. പുറകിൽ വന്ന് നിൽക്കുന്ന മോശയുടെ കൂടെ നിൽക്കുന്ന ഇസ്രായേൽ മക്കൾ പറയുന്നു, ഞങ്ങൾ മരിക്കാൻ പോവുകയാണ്, പിറകിൽ വരുന്ന ഫറവോൻ ഞങ്ങളെ കൊന്നുകളയും. ഇങ്ങനെയുള്ള ആ അനുഭവത്തിനകത്ത് നിൽക്കുമ്പോൾ മോശ അവരെ നോക്കി പറയുന്നൊരു വിശ്വാസത്തിൻ്റെ പദമുണ്ട്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, നമ്മൾ വിശ്വാസം പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുന്നവരാണ്. നമ്മൾ വിശ്വാസം പറഞ്ഞാൽ നമ്മുടെ ദൈവം യുദ്ധം ചെയ്യുന്നവരാണ്. ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. നിങ്ങൾ ഈ വചനത്തിൻ്റെ ആഴം ശ്രദ്ധിച്ചു നോക്കിയേ. ഇതാ മോശ വിളിച്ചു പറയാണ്, അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. നമ്മളൊന്ന് ഉറച്ചു നിന്നാൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, കഴിഞ്ഞ 39 ദിവസങ്ങളും ഇസ്രായേൽ മക്കളെ ഒരേ നിലയിൽ പേടിപ്പിച്ച ആളാണ് ഗോലിയാത്ത്. പക്ഷേ ഒരു ബാലൻ അവൻ്റെ മുമ്പിൽ ഉറച്ചു നിന്നതോടെ ഇതാ ഗോലിയാത്ത് നിലം പൊത്തുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നീ ഒന്ന് ഉറച്ചു നിന്നാൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. നാം കേട്ട 13-ാമത്തെ വാക്യം, അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക, യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പദം മോശ പറയുന്നത് ശ്രദ്ധിക്കണമേ, ലോർഡ് വിൽ ഫൈറ്റ് ഫോർ യു. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറ, ഉറച്ച് നിന്നാൽ മതി. ദൈവം യുദ്ധം ചെയ്യും, ദൈവം പ്രവർത്തിക്കും, ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഭയത്തെ എതിർക്കാൻ കഴിയുന്ന ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് വിശ്വാസം പറയുക എന്നുള്ളതാണ്. അതേ നിലയിൽ തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ശ്രദ്ധിച്ചു നോക്കി. ദാവീദ് പറയാണ് 27-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഈ വാക്യത്തിനകത്ത് ദാവീദ് പറയാണ്, ദൈവം എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടും? എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ദാവീദിനോട് ചേർന്നുകൊണ്ട് ഒരുമിച്ച് പറ, ഞാൻ ഭയപ്പെടത്തില്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കർത്താവാണ് എൻ്റെ രക്ഷ, എൻ്റെ വെളിച്ചം. ഹല്ലേലൂയ. അടുത്ത 2-ാമത്തെ വാക്യം ദാവീദ് പറയാണ്, എൻ്റെ വൈരികൾ, എൻ്റെ മാംസം തിന്നാൻ അടുക്കുന്ന എൻ്റെ വൈരികൾ, അവരെന്നോട് അടുക്കുമ്പോൾ അവരെൻ്റെ മുമ്പിൽ ഇടറി വീഴുമെന്നാണ് എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിന്നോട് ഒരു ശക്തിക്കും അടുക്കാൻ പറ്റത്തില്ല. കാരണം നിന്റെ വിശ്വാസം പറയുമ്പോൾ നിന്റെ ദൈവം ചലിക്കുകയാണ്. നീ ഇതാ ജയത്തിലേക്ക് നടക്കാൻ പോവുകയാണ്. 2-ാമത്തെ തലമെന്ന് പറയുന്നത് നാം പ്രാപിച്ച ആത്മാവിൻ്റെ പ്രത്യേകത, നാം പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. നമ്മുടെ മേലിൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇതാ പൗലോസ് അപ്പോസ്തലനോട് ദൈവം നമ്മെ ഉറപ്പിക്കുകയാണ്, നാം പ്രാപിച്ചത് ദാസ്യത്വത്തിൻ്റെ ആത്മാവല്ല, ഭയത്തിൻ്റെ ആത്മാവല്ല,
നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കേണ്ട പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മളെ ഭയത്തിലേക്കല്ല നടത്തുന്നത്, നമ്മളെ അവകാശത്തിലേക്കാണ് നടത്തുന്നത്. ഒന്നുകൂടെ ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ തിമോത്തിയോസിൻ്റെ ലേഖനം 2 തിമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. വചനം വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ്. നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിൻ്റെ പ്രത്യേകത അത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ബലാത്കാരികളുടെ ആത്മാവാണ്. ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവാണ്. നിന്റെ മേളിൽ ശത്രു ഉണ്ടാക്കിയ കോട്ടകളെ ഇടിക്കാൻ ഒരു ശക്തി ഇപ്പോൾ പകരുകയാണ്. ഏത് ബലമായി നിന്റെ മുമ്പിൽ ചലിക്കുന്ന ശക്തിയെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഒരു വ്യാപാര ശക്തി നിന്നിൽ ചലിക്കുകയാണ്. ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിത നിങ്ങളുടെ മേളിലും എൻ്റെ മേളിലും പകരപ്പെട്ടിരിക്കുന്നു. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ബലത്തോടെന്ന് പറയും, എൻ്റെ മേളിൽ ഭീരുത്വമല്ല ചലിക്കുന്നത്, എൻ്റെ മേളിൽ ഭയമല്ല ചലിക്കുന്നത്, എൻ്റെ മേളിൽ വ്യാപരിക്കുന്നു ശക്തിയുടെ ആത്മാവാണ്, എൻ്റെ മേളിൽ വ്യാപരിക്കുന്നു ധൈര്യത്തിൻ്റെ ആത്മാവാണ്. ഇതാ അബ്ബാ പിതാവേ എന്ന് വിളിക്കേണ്ട സോപുത്രൻ്റെ ആത്മാവ് എൻ്റെ മേളിൽ ചലിക്കുകയാണ്. ഇതാ അബ്ബാ പിതാവേ എന്ന് വിളിക്കേണ്ട സോപുത്രൻ്റെ ആത്മാവാണ് എൻ്റെ മേളിൽ ഇപ്പോൾ വ്യാപരിക്കുന്നത്. ഞാൻ അതിനകത്ത് ജയാളിയാണ്, ഞാൻ അതിനകത്ത് ജയാളിയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ 3-ാമത്തെ ചിന്തയിലേക്ക് വരികയാണ്. എൻ്റെ കർത്താവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദാവീദ് പറയാണ്, കൂരിരു താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല, നീ എൻ്റെ കൂടെ ഇരിക്കുന്നല്ലോ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഏത് അനർത്ഥത്തിൻ്റെ അനുഭവത്തിനകത്തും ഏത് കൂരിലിൻ്റെ അനുഭവത്തിനകത്തും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. വിശ്വാസത്തിലൊന്ന് ബലപ്പെട്ടുകൊണ്ട് കർത്താവെ ഞങ്ങൾ ജയം പറയുകയാണ്, ഞങ്ങൾ ജയാളികളാണ്, ഞങ്ങൾ കർത്താവിൻ്റെ മക്കളാണ്, ഞങ്ങളിപ്പോൾ ഒരു അത്ഭുതത്തെ സ്വീകരിക്കുകയാണ്. വിശ്വാസത്തിൽ എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പറയാമോ? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വാക്യം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ ലോകത്തിൽ എന്നെ വിട്ടുപിരിയാതെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ ബലത്തെ നാം തിരിച്ചറിയാൻ തയ്യാറാകണം. യെശയ്യാവ് 41-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. നിന്റെ ദൈവമായ യഹോവ നിന്നോട് നിന്റെ വലം കൈ പിടിച്ചിട്ട് പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. എന്നെ കേൾക്കുന്നവരെ, സഹായിക്കാൻ കഴിയുന്നവൻ നമ്മോട് പറയാണ്, ഭയപ്പെടേണ്ട, നമ്മുടെ കൂടെ ദൈവമുണ്ട്. ആവർത്തന പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം കൂടെ, ബലവും ധൈര്യമുള്ളവരായിരിപ്പിൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്റെ കൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ വചനത്തിനകത്ത് വ്യക്തമായി പറയാണ്, ബലവും ധൈര്യമുള്ളവരായിരിക്കുക, അവരെ പേടിക്കരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്റെ കൂടെ പോരുകയാണ്, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. എന്നെ കേൾക്കുന്നവരെ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് മുമ്പിൽ നിൽക്കുന്ന ദുർഘടങ്ങൾ നിരപ്പാകും. താമ്ര കഥകളെ എൻ്റെ കർത്താവ് തകർത്ത് കളയും, ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് കളയും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എന്നെയും നിങ്ങളെയും ഓമന പേര് ചൊല്ലി വിളിച്ച ദൈവം നമ്മുടെ കൂടുണ്ട്. ഒന്ന് ബലപ്പെട്ടുകൊണ്ട് ഇന്ന് ആ ഭയത്തെ ജയിച്ചുകൊണ്ട്, കർത്താവെ ഇന്ന് എന്നെ കാണുന്ന ഒത്തിരി പേർ ഇപ്പോൾ ജയത്തിലേക്ക് നടക്കട്ടെ, ഇവർ അത്ഭുതങ്ങളിലേക്ക് നടക്കട്ടെ, ഇവരുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്തത് ചിലത് ഇപ്പോൾ തുറന്നു വരട്ടെ. ഞാൻ അതേപോലെ വിശ്വസിക്കുകയാണ്. അടുത്ത ഒരു തലം കൂടെ, സമയം നമ്മുടെ മുമ്പിൽ കുറവായതുകൊണ്ട് അടുത്ത ഒരു തലം കൂടെ ഞാൻ നിങ്ങളോടൊന്ന് ഒരുമിച്ച് പറയുകയാണ്. സ്നേഹത്തിനകത്ത് ഭയമില്ല, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചത് പൂർണ്ണമായിട്ടാണ്. ഹല്ലേലൂയ. അവസാനത്തുള്ളി രക്തവും തന്നുകൊണ്ട്, പ്രാണൻ പോവുവോളം ജീവൻ തന്ന കർത്താവാണ്. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് സകലതും നിവർത്തിയായതിനു ശേഷമാണ് തൻ്റെ ജീവൻ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും തന്ന എൻ്റെ കർത്താവ് എന്നോട് പറയാണ്, സ്നേഹത്തിനകത്ത് ഭയമില്ല. ഹല്ലേലൂയ. ഞാൻ സ്നേഹിക്കുന്ന, എന്നെ അധികമായി സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ സകലത്തെയും ജയിക്കും. ഇന്ന് കാണുന്ന ഈ കാറ്റുകൾക്കോ, ഇന്ന് കാണുന്ന ശത്രുവിനോ, ഇന്ന് കാണുന്ന തിരമാലകൾക്കോ ഒന്നും എന്നെ അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. നമുക്ക് ആ വാക്യത്തിനകത്തോട്ടൊന്ന് വരാം. യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. സ്നേഹത്തിൽ ഭയമില്ലെന്നാണ് പറയുന്നത്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെ ഒന്ന് പൂർണ്ണമായി സ്നേഹിക്കാൻ, ഇതാ വചനം നമ്മോട് പറയുന്നത് ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കണമെന്നുള്ളതാണ്. പൂർണ്ണമായി സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടെന്ന് ലേഖനം വ്യക്തമായി വിളിച്ചു പറയുന്നു. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവും കൂടെ ആരാധിക്കണം എന്നുള്ളതാണ് പ്രമാണം.
നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് കർത്താവിനെ ഒന്ന് പൂർണ്ണമായി സ്നേഹിക്കുവാനായിട്ട് നമ്മുടെ എല്ലാ മേഖലയിലും നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പ്രിയരെ. നമ്മൾ ഭയത്തെ ജയിച്ചവരാണ്. ഇന്ന് ഈ വചന സന്ദേശം ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം കൊണ്ടുവരും. നിങ്ങൾ ഇതുവരെയും പല മേഖലയിൽ ഭയന്ന, ജീവിതത്തിൽ രാത്രി കിടന്നുറങ്ങാൻ പോലും പറ്റാതെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് ഭയപ്പാടിൽ. ഇന്ന് ചിലവർ ഭയത്തെ ജയിക്കുകയാണ്. ജോലി സ്ഥലത്ത് പോലും ഭയന്നതുകൊണ്ട് പൂർണ്ണമായും ജോലി ചെയ്യാൻ കഴിയാത്തവരുണ്ട്. അറിയാം, പല മേഖലയിലും ഭയന്ന് രോഗത്തിൽ കീഴ്പ്പെട്ട് നിൽക്കുന്നവരുണ്ട്. ഒന്ന് കണ്ണുകൾ അടയ്ക്കാവോ? തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കാൻ പോവുകയാണ്. എൻ്റെ കർത്താവ് എന്നെ കരങ്ങളിൽ വഹിച്ചിരിക്കുകയാണ്. ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. അവൻ എന്നെ കൈവിടത്തില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവേ, യേശുവേ, കഴിഞ്ഞ ഡിസംബർ 31 കൊല്ലത്തുണ്ടായ ആരാധനയിൽ അന്ന് അവിടെ വെച്ച് എല്ലാവരുടെയും രോഗങ്ങൾക്കായി പ്രാർത്ഥിച്ചു. അപ്പോൾ കൈ വയ്ക്കാൻ പറഞ്ഞു. രോഗമുള്ള ഭാഗത്ത് കൈവച്ച് എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് എൻ്റെ ചെവി ഒരു 3-4-5 മാസമായിട്ട് പഴുപ്പ് വന്ന് ഡോക്ടറെ കാണിച്ചിട്ടൊന്നും മാറുന്നില്ലായിരുന്നു. പഴുപ്പ് കൊണ്ട് ഞാൻ വളരെയധികം അസ്വസ്ഥതയായിരുന്നു. അന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ച അന്ന് തന്നെ പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് ഒരു തരി പോലും പഴുപ്പില്ലാതെ ആ ചെവി ഉണങ്ങിപ്പോയി. അത്രയും വലിയ മഹത്വം ദൈവം എന്നോട് കാണിച്ചു. കർത്താവേ, യേശുവപ്പാ, നന്ദി യേശുവപ്പാ. ദൈവം ചെയ്ത നന്മയ്ക്കായി നന്ദി പറയുന്നപ്പാ. പ്രാർത്ഥിച്ച പാസ്റ്റർക്കായും കുടുംബത്തിനായി നന്ദി പറയുന്നപ്പാ. ഈ വർഷം ഈ സാക്ഷ്യം പറഞ്ഞ സഹോദരിയെ വീണ്ടും അധികം ബലത്തിൽ ഞങ്ങൾ മുമ്പോട്ട് നടത്തണമേ അപ്പാ. ഞങ്ങളുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കണ്ണുകൊള്ളുന്ന അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇന്നിവർ അത്ഭുതകരമായി സൗഖ്യമാകുകയാണ്. ഇവർ ജയിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിനകത്ത് വലിയ സമാധാനം, വലിയ സന്തോഷം വെളിപ്പെട്ട് വരികയാണ്. വലിയ വിടുതലുകൾ സംഭവിക്കുകയാണ്. കർത്താവെ, ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മക്കൾ വലിയ ജയത്തിലേക്ക് നടക്കട്ടെ, വലിയ വിടുതലിലേക്ക് നടക്കട്ടെ. ദൈവമേ, അങ്ങത് ചെയ്തതിനായി മമ്മി, ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തിയതിനായി മമ്മി, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ വിടുതലുകൾ സംഭവിച്ചതിനായി സ്തോത്രം. യേശു ഇവർക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം ചെയ്തതിനായി മമ്മി. കർത്താവ്, ഇവർ സൗഖ്യമായതിനായി സ്തോത്രം. ഇവർക്ക് വേണ്ടി വലിയ വാതിലുകൾ തുറന്നതിനായി മമ്മി. ഞങ്ങൾ വിശ്വാസത്താൽ ഇവരുടെ എഴുന്നേൽപ്പുകൾ കാണുന്നു. ഇവർ ചിലതിനെ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് ഇവർ ഇപ്പോൾ നന്മയിലേക്ക് നടന്നു കയറുകയാണ്. കർത്താവിൻ്റെ കര ഇവർക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. പ്രിയരേ, വചന സന്ദേശവും പ്രാർത്ഥനയും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായെന്നാണ് വിശ്വസിക്കുന്നത്. വേഗത്തിൽ തന്നെ ഈ കാണുന്ന നമ്പറുകളിൽ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. തൃശ്ശൂരും എറണാകുളത്തും കൊല്ലത്തും തിരുവനന്തപുരത്തും നമുക്ക് ആരാധനയുണ്ട്. നിങ്ങൾ കടന്നു വരണം. വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. ആമേൻ, ആമേൻ.